വ്ളോഗിന്റെ മറ്റൊരു യൂത്ത്ഫുൾ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. യാത്ര ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ആരാണുള്ളത്? ഇന്നത്തെ യുവതലമുറ ബൈക്ക് യാത്രയുടെ പിന്നിലാണ്. ബൈക്ക് യാത്ര ഹരമായ ഒരു സംഘത്തെ നമുക്ക് പരിചയപ്പെടാം. DNA റോഡ്സ്. കന്യാകുമാരി മുതൽ ലഡാക്ക് വരെ ബൈക്കിൽ സഞ്ചരിച്ച ഇവരുടെ യാത്രാനുഭവങ്ങളാണ് ലോഗിനിൽ ആദ്യം. എൻ്റെ പേര് ഹരി എന്നാണ്. ഞാൻ ഡീന റോഡ്സ് ടീമിൻ്റെ മെമ്പറാണ്. അപ്പോൾ 2006 ഡീന റോഡ്സ് ടീം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് റൈഡേഴ്സ് അങ്ങനെ ഒരുമിച്ച് കൂടി കുറേ റൈഡ്സ്, കുറച്ച് ചെറിയ റൈഡ്സ് നമ്മൾ ആദ്യം കുറേ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ടാലൻ്റ് ഉള്ളവരുള്ളത് കൊണ്ട് നമ്മൾ സ്റ്റണ്ടിലോട്ട് തിരിഞ്ഞു. പിന്നെ കേരളത്തിനകത്തും പുറത്തും ആയിട്ട് ഒരുപാട് സ്റ്റണ്ട് ഷോസ് ചെയ്തിട്ടുണ്ട്, കുറേ കോളേജ് ഷോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ബേസിക്കലി ടീം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 2009 ഒക്കെ ആയപ്പോഴത്തേക്കും ബൈക്കർ സ്റ്റൺ മേനിയ, പൾസർ സ്റ്റൺ മേനിയയിൽ നമ്മളുടെ കേരളത്തെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഒറ്റ റൈഡറാണ് പോയിട്ടുള്ളത് ഫ്രം ഡീന റോഡ്സ്. ആ സ്റ്റൺ മേനിയയിൽ പോയിട്ടുള്ള നമ്മളുടെ റൈഡറിൻ്റെ പേര് സിദ്ധാർത്ഥ് മഹാദേവൻ എന്നാണ്. പിന്നെ നമുക്കൊരു മാനേജറുണ്ട്, ഹരീഷ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയാണ് ഈ ടീമിനെ ഇപ്പോഴും 2006 to 2016 ഏതാണ്ട് 10 വർഷത്തോളം ഇത്രയും മെമ്പേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു. ഒരുപാട് ലോങ് റൈഡ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് ലോങ് റൈഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ കന്യാകുമാരി, കാശ്മീർ, കന്യാകുമാരി, അപ്പ് ആൻഡ് ഡൗൺ ഓടിച്ച് ലഡാക്ക്, അതുംഗ്ല, ടോപ്പ് എല്ലാം. ഇനി നമ്മൾ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂട്ടാനാണ് നമ്മൾ നെക്സ്റ്റ് പ്ലാൻ. 2006 നമ്മൾ ആദ്യം സ്റ്റണ്ട്സ് തുടങ്ങി. ഇപ്പോൾ കാരണം നമുക്ക് അന്ന് സ്റ്റണ്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇത്രയും വലിയ പവർ ബൈക്സ് ഒന്നും ഇല്ല ആ സമയത്ത്. പക്ഷേ നമ്മൾ അന്ന് കുറേ ഗ്രൗണ്ട്സിലൊക്കെ കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, കുറേ ഷോസ് ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് നമ്മൾ ലോങ് റൈഡ്സ് പ്ലാൻ ചെയ്ത് തുടങ്ങിയത്. എൻ്റെ പേര് ജ്യോതി എന്നാണ്. ഞാൻ ടീം DNA റോഡ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ്. നമ്മൾ ഈയിടയ്ക്ക് ഒരു റൈഡ് പോയായിരുന്നു. ലഡാക്ക് റൈഡാണ് നമ്മൾ പോയത്. നമ്മൾ ആക്ച്വലി 5 പേരാണ് പോയത്. 3 ബൈക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് ബൈക്ക്സ് പാർസൽ ചെയ്യുകയാണ് ചെയ്തത്. ട്രെയിനിലാണ് വിട്ടത് ചണ്ഡീഗഡ് വരെ. ചണ്ഡീഗഡിൽ നിന്നാണ് നമ്മൾ പ്രോപ്പർ റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. എടുത്ത റൂട്ട് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂട്ടാണ് നമ്മൾ എടുത്തത്. സാധാരണ എല്ലാവരും ഒരുപാട് പേര് ലഡാക്ക് റൈഡ് ചെയ്യാറുണ്ട്. കേരളത്തിൽ നിന്നായാലും ട്രിവാൻഡ്രത്തിൽ നിന്നായാലും ഒരുപാട് പേര് ചെയ്യാറുണ്ട്. സാധാരണ അവർ പോകുന്നത് മണാലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മണാലിയിൽ നിന്ന് ഒരു ബൈക്ക് റെൻ്റ് എടുത്ത് ലേ വരെ ഓടിച്ചിട്ട് തിരിച്ചു വരിക. അത് തന്നെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. പക്ഷേ നമ്മൾ കവർ ചെയ്ത കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂട്ട്സും വാലീസും ഒക്കെയാണ്. മെയിനായിട്ട് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ചണ്ഡീഗഡിൽ നിന്ന് ധർമ്മശാല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പങ്കി വാലിയിൽ സച്ച് പാസ് എന്ന് പറഞ്ഞ റൂട്ട് വഴിയാണ് നമ്മൾ ആദ്യമായിട്ട് ഹിമാലയത്തിലോട്ട് കയറുന്നത് തന്നെ. സച്ച് പാസ് ലോകത്തിൽ വെച്ച് തന്നെ നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടെറൈനും പാസും ഒക്കെയാണ്. പിന്നെ നമ്മൾ സച്ച് പാസിൽ നിന്ന് ലേ മണാലി ഹൈവേയിലുള്ള കെലോങ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോയത്. പോകുന്ന വഴിക്കൊക്കെ വളരെ കില്ലാർ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാർഗിലിൽ നിന്ന് നമ്മൾ സൻസ്കാർ വാലി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയായിരുന്നു. സൻസ്കാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പ്രോപ്പർ ലഡാക്കിൻ്റെ ഒരു പാർട്ടല്ല, പക്ഷേ ലഡാക്കി കൾച്ചറാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അവിടുത്തെ ടെറൈൻ ആയാലും കാഴ്ചകളായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് കവർ ചെയ്ത് പോയത് ന്യൂബ്ര വാലിയിലാണ്. ന്യൂബ്ര വാലിയിൽ ഇന്ത്യാസ് ലാസ്റ്റ് വില്ലേജ് ഒക്കെ ഉള്ള സ്ഥലമാണ്. തുർത്തുക്ക് എന്ന് പറഞ്ഞ വില്ലേജ് ഉണ്ട്, ത്യാക്ഷി എന്ന് പറഞ്ഞ വില്ലേജ് ഉണ്ട്. അതൊക്കെ ഇന്ത്യാസ് ലാസ്റ്റ് വില്ലേജസ് ആണ്. അതിനപ്പുറം പാകിസ്ഥാനാണ്. അവിടം വരെയൊക്കെ നമ്മൾ ബൈക്ക് ഓടിച്ച് പോയായിരുന്നു. പിന്നെ നമ്മൾ അതുവഴി പാങ്കോങ്സോ ലേക്ക്, വേൾഡ് ഫേമസ് പാങ്കോങ്സോ ലേക്കിലോട്ടാണ് പോയത്. പാങ്കോങ്സോയിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു 3 രാജ്യത്തിൻ്റെ ബോർഡർ ആ ലേക്കിനകത്ത് തന്നെ വരുന്നുണ്ട്. മെയിനായിട്ട് ഇന്ത്യ ചൈന ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യുന്ന ലേക്കാണ്. അതിമനോഹരമാണ്. വിൻ്റർ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ അത് ഫുൾ മഞ്ഞിൽ മൂടപ്പെട്ട് ആർക്കും പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലുള്ള ഒരു സ്ഥലമാണ്. പിന്നെ നമ്മൾ ഹാൻലേ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയിരുന്നു. അവിടെയാണ് ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ഒക്കെ ഉള്ള സ്ഥലമാണ്. അവിടുത്തെ നൈറ്റ്ലെ സ്കൈയുടെ ഒരു വ്യൂ എന്ന് പറയുന്നത് തന്നെ അതാണ് അവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. നമുക്ക് നമ്മുടെ മിൽക്കി വേ ഗാലക്സി അങ്ങനെ അതുപോലത്തെ ഉള്ള വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് അവിടെ ഹാൻലേ എന്ന് പറഞ്ഞ സ്ഥലത്ത് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ അതുവഴി സോക്കർ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ സോമോറിറി എന്ന് പറഞ്ഞൊരു ലേക്കുണ്ട്. അത് പാങ്കോങ്സോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും അതിമനോഹരമായിട്ടുള്ള ഒരു ലേക്കാണ്. ഡെസേർട്ടിന് നടുക്കിലൊരു ലേക്ക്, അതുപോലത്തെ ഒരു ഫീലാണ്. പിന്നെ ഈ റൈഡിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആൾക്കാരുടെ ഒരു സഹകരണം, ഈ റൈഡേഴ്സിനുള്ള ഒരു ബിഹേവിയർ, അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. പിന്നെ നമ്മൾ ബൈക്കിൽ പോവുകയാണെങ്കിൽ മാത്രം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു.
ലഡാക്കിലെ മിക്കവാറും ഏകദേശം പറയത്തക്ക രീതിയിലുള്ള എല്ലാ റോഡുകളും തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 52 ദിവസം എടുത്തായിരുന്നു ഇത് മൊത്തം കവർ ചെയ്യാൻ വേണ്ടി. അതുപോലെ തിരിച്ച് ട്രിവാൻഡ്രം വരെ റൈഡ് ചെയ്താണ് വന്നത്. അത് ഏകദേശം ഒരു 12,000 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഇതാണ് ഒരു റൈഡ് സമ്മറി. ബൈക്കിംഗ് എക്സ്പീരിയൻസിലുപരി ഞങ്ങൾ ഒരു 45 ഡേയ്സ് ഇന്നർ ഹിമാലയസിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു നൊമാഡിക് ലൈഫായിരുന്നു അവിടെ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത്. ബൈക്കിങ്ങിലുപരി ഞങ്ങൾ കൂടുതലും ടെൻറ്റിങ് ആണ് ചെയ്തത്. എക്സ്ട്രീം ക്ലൈമറ്റിലും ഞങ്ങളിലുള്ള ഗിയേഴ്സ് എല്ലാം 10 ഡിഗ്രി വരെ താങ്ങുന്ന ടെൻറ്റും സ്ലിപ്പിംഗ് ബാഗും ആയിരുന്നു. ഞങ്ങൾ എക്സ്ട്രീം ക്ലൈമറ്റിലും അവിടെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നൊമാഡിക് ലൈഫായിരുന്നു എക്സ്പീരിയൻസ്. പിന്നെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹാൻഡിൽ നിന്ന് ചുമൂർ എന്ന് പറഞ്ഞൊരു റോഡുണ്ട്, അതുവഴി കർസോക്ക് സൊമോറി ലേക്കിലോട്ട് പോകുന്ന വഴി. അപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് ഗൂഗിൾ മാപ്പിലൊന്നും അങ്ങനെ ഒരു റൂട്ട് ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ഇതിന് മുന്നേ പോയ ചേട്ടന്മാരാണ് ഞങ്ങൾക്കൊരു റഫ് റൂട്ട് മാപ്പ് ചെയ്ത് തന്നത്. ഞങ്ങൾ ഒരു 50% ആ റൈഡ് ചെയ്ത് അവിടെ പോകുന്നതിന് മുന്നേ വില്ലേജസിൻ്റെ അടുത്ത് വഴി ചോദിച്ചായിരുന്നു. അവർ പറഞ്ഞ് ഒരു മലയ്ക്കപ്പുറം എന്നാണ് അവർ പറഞ്ഞത്, അവർക്കും വഴി പറയാൻ അറിയില്ല. ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് പോവുമായിരുന്നു. ഞങ്ങളവിടെ സത്യം പറഞ്ഞാൽ ലോസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് പെട്രോളില്ല, ഫുഡൊന്നുമില്ല, എത്തിപ്പെടാൻ പറ്റുമെന്ന് തന്നെ അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അതൊക്കെ നമ്മൾ ഓവർകം ചെയ്തു വന്നപ്പോൾ ഞങ്ങളുടെ കോൺഫിഡൻസ് ലെവലാണ് കൂടിയത്. ഞങ്ങൾ പിന്നെ ഒരു ഇന്ത്യൻ മിലിറ്ററി അടുത്ത് തന്നെ എത്തി. അവർ റൈറ്റ് വേ പറഞ്ഞു തന്നു, അങ്ങോട്ട് പോയി. സ്ഥലമൊന്നും കാണില്ല, മിക്കവാറും കാട് തന്നെ ആയിരിക്കും. വരുന്ന വഴി മുഴുവൻ ഭൂരിഭാഗം കാടാറും. മെയിൻ റോഡും അല്ല, ഒരു ഇന്നർ റോഡ്സാണ് കൂടുതൽ ഞങ്ങൾ ചൂസ് ചെയ്താൽ. ഞങ്ങൾ ഹൈവേ കുറച്ചേ ടച്ച് ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ ഏകദേശം സൂറത്ത് വരെ മഴ നനഞ്ഞു. എന്നിട്ട് ഗുജറാത്തിൽ എത്തി. പക്ഷേ ഗോവ എത്തി. ഗോവയിൽ നിന്ന് ഗുജറാത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. ഗുജറാത്തിൽ പോയി റാൺ ഓഫ് കച്ചിൽ പോയി. റാൺ ഓഫ് കച്ചിൽ നിന്ന് നേരെ ഡൽഹി, ജയ്പൂർ വഴി ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ ഷിംലയിൽ പോയി. ഷിംലയിൽ നിന്നാണ് ഇവരെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താബോ വഴിയാണ് ഇവരെ മീറ്റ് ചെയ്തത്. ഞങ്ങൾ റോത്തങ് പാസ് വഴിയല്ല ഞങ്ങളും പോയത്, ഞങ്ങൾ അപ്പുറത്തെ വഴി ഈ ചുറ്റി കറങ്ങിയാണ് പോയത്. അവിടെ എത്തിയതിന് ശേഷം ഇവരെ മീറ്റ് ചെയ്തു. അന്ന് നമ്മളവിടെ ടെൻറ്റ് ചെയ്ത് കിടന്നു. എന്നിട്ട് ഇവർ അവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോയി. ഞങ്ങൾ ലേയിലേക്ക് പോയി. ലേയിൽ എത്തി അന്നത്തെ ദിവസം അവിടെ റെസ്റ്റ് ചെയ്തു. അടുത്ത ദിവസം രാവിലെ ഇവിടെ പോയി കർദുങ്കിലെ പോയിട്ട് തിരിച്ച് ഞങ്ങൾ ഇറങ്ങി. എന്നിട്ട് വരുന്ന വഴിക്ക് പറ്റിയ സംഭവം എന്ന് വെച്ചാൽ കയ്യിൽ കാശ് ഉണ്ടായിരുന്ന മുഴുവൻ ആഹാരം കഴിച്ചു. അവസാനം ATM തപ്പി രാത്രി ഒരു 9 മണി വരെ ഓട്ടിക്കേണ്ടി വന്നു. അതിൽ മെയിൻ ആയിട്ടും പറയാനായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, ഓട്ടിക്കുന്നത് നമുക്ക് എപ്പോൾ വേണം ഓട്ടിക്കാമെന്ന് മനസ്സിലായി. രാത്രി ഓട്ടിക്കുന്നത് നടക്കുന്ന കാര്യമല്ല അവിടെ. കാര്യം എത്ര ലൈറ്റ് ഉണ്ടെങ്കിലും റോഡ് കാണാൻ പറ്റില്ല. കാര്യം ഭൂരിഭാഗം റോഡും സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും, താഴെപ്പുറത്ത് കൊക്കെ ആയിരിക്കും. അപ്പം കൂടുതലും നമ്മൾ നല്ല ശ്രദ്ധിച്ച് ഓടിച്ചില്ലെങ്കിൽ ഭയങ്കര റിസ്ക്കിയാണ്. പെട്ടെന്നാണ് അവിടുത്തെ ഒരു ക്ലൈമറ്റ് കണ്ടീഷൻ ചേഞ്ച് ആവുന്നത്. പെട്ടെന്നൊരു ബ്ലാക്ക് ഔട്ട് പോലെ വന്നിട്ട് ഫുൾ ക്ലൗഡ് ബസ്റ്റൊക്കെ ഉണ്ടാവും. ഒരു ടെറർ ആയിട്ടുള്ളൊരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത്. ഞങ്ങളുടെ ഉള്ള ഗിയേഴ്സും ആ ക്ലൈമറ്റ് കണ്ടീഷന് പറ്റുന്നില്ലെങ്കിലും ഞങ്ങൾ അത് വെച്ച് സർവൈവ് ചെയ്തു. അതായിരുന്നു സർവൈവ് ചെയ്യുക. ബൈക്കിങ്ങിന് ഉപരി ഞങ്ങൾക്ക് കിട്ടിയത് സർവൈവിങ്, ഒരു കോൺഫിഡൻറ്റ് ലെവൽ. കാരണം പോകാൻ പറ്റുമോ, പക്ഷേ നമുക്ക് പുഷ് ചെയ്തേ പറ്റുള്ളൂ ഫ്രണ്ടിലോട്ട്. എങ്കിലേ ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. എത്തിയാലേ ഞങ്ങൾക്ക് അതേ ഉള്ളൂ വഴി. പെട്രോളില്ല, ആക്സസ് ഇനി കിട്ടണമെങ്കിൽ അങ്ങോട്ട് പോകണം. ഇപ്പോൾ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യിക്കുന്ന കാര്യം അതാണ്. അതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ്. അതാണ്. ഇത് നമ്മുടെ ബാച്ച് 1 റൈഡറാണ്. DNA റോഡ്സിൻ്റെ ഈ ട്രിപ്പിൽ ഉണ്ടായിരുന്ന റൈഡറാണ്. ആൽബർട്ട് എന്നാണ് പേര്. പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വളരെ മനോഹരമായിരുന്നു. അത് ഷെയർ ചെയ്യുന്നതാണ്. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്പിറ്റി എക്സ്പീരിയൻസ് ആണ് പറയാനുള്ളത്. സ്പിറ്റി എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ്. അവിടെയാണ് എല്ലാ ടൈപ്പ് ടെറൈൻസും കിട്ടുമായിരുന്നു. ആ ടെറൈൻസ് കൂടെ നമുക്ക് കുറേ എല്ലാ എക്സ്പീരിയൻസും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആപ്പിൾ തോട്ടത്തിൽ കിടന്നിട്ടുണ്ടായിരുന്നു, കുറേ ആപ്പിളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അവിടെ 500 years മമ്മി ഉണ്ടായിരുന്നു, പിന്നെ കീ മൊണാസ്ട്രീസ് ഉണ്ടായിരുന്നു, പിന്നെ 1000 വർഷമുള്ള തബു മൊണാസ്ട്രി ഉണ്ട്. അങ്ങനെയെന്ന് പറയുമ്പോൾ കുറേ അവിടെ കാണാനില്ലാത്ത കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ട്. എല്ലാ ടൈപ്സ് ടെറൈനും ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് അവിടെ ലാൻഡ് സ്റ്റോം ഉണ്ടായിരുന്നു, അവലാഞ്ചീസ് ഉണ്ടായിരുന്നു, ഹെയിൽ സ്റ്റോം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ വരണ വഴിക്ക് ആഗ്ര എക്സ്പ്രസ് ഹൈവേ അത് ഇത്തിരി
പാടായിരുന്നു, അത്ര ചൂടായിരുന്നു ആ സമയത്ത്. നമുക്ക് ഓടിച്ചു വരാൻ അത്രയ്ക്ക് ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ യു പിയിൽ വെച്ച് നമുക്ക് കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു. അവരായിരുന്നു എല്ലാ എക്സ്പെൻസും എല്ലാം അവരായിരുന്നു ചെയ്തു തന്നത്. ഫുഡായാലും ഹോട്ടലായാലും അവരെല്ലാം നല്ല കെയറിങ് ആയിരുന്നു നമ്മൾ. ഹായ്, എൻ്റെ പേര് പിങ്കു. ഞാൻ DNA റോഡ്സിലെ ഫോമർ മെമ്പറാണ്. ആക്ച്വലി ഹരി പറഞ്ഞതുപോലെ ഇത് ആക്ച്വലി 2 ടീംസ് ആയിരുന്നു, DNAയും റോഡ്സും. ബേസിക്കലി നമ്മൾ പണ്ട് തുടങ്ങിയപ്പോൾ സ്റ്റണ്ടിങ് ആയിരുന്നു ഞങ്ങളുടെ മെയിൻ ഹോബി അല്ലെങ്കിൽ ഒരു പാഷൻ എന്ന് പറയാം. പിന്നീട് ഞങ്ങളിങ്ങനെ 2 യൂണൈറ്റായി, പിന്നെ റൈഡ്സ് പോകാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഒരു ദിവസം പെട്ടെന്ന് പോയതല്ല ലഡാക്ക്. ആക്ച്വലി ഇത് 2006 ഫോമായ ടീമാണ്. ഞങ്ങളിങ്ങനെ ലോക്കൽ റൈഡ്സ് കുറേ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഞങ്ങൾ ലഡാക്ക് ടച്ച് ചെയ്യുന്നത്. ആക്ച്വലി 2 പേരായിരുന്നു പോയത്, ഒരു വണ്ടി 220. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഇത്തവണ ഇത്രയും റൈഡേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് അവിടെ എല്ലാ ടെറൈൻസും കവർ ചെയ്യാൻ സാധിച്ചത്. ഹെൽമെറ്റ്, ജാക്കറ്റ്, ഗ്ലൗ, അതിലൊന്നും ഒരു കോംപ്രമൈസും ചെയ്യരുത് നിങ്ങൾ. വില കൂടിയ ബൈക്കും വില കുറഞ്ഞ ഗിയേഴ്സുമാണ് ഇപ്പം മോസ്റ്റ്ലി എല്ലാവരും ചൂസ് ചെയ്യുന്നത്. അങ്ങനെ പോകുമ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡൻറ്റ്സ്, നിങ്ങൾക്ക് കിട്ടുന്ന ഇഞ്ചുറീസ് അത്രയും കൂടും. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ നല്ല വില കൂടിയ ഹെൽമെറ്റ്സ് എടുക്കുക, അതിന് നല്ല നല്ല ട്രേഡ് മാർക്കുള്ള കമ്പനീസ് ഉണ്ട്, അങ്ങനത്തെ സാധനങ്ങൾ എടുക്കുക. പിന്നീട് ഇങ്ങനെ പുതിയ റൈഡേഴ്സ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ ഗുഡ് തിങ് ടു റൈഡ്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഗിയേഴ്സ് നല്ല ഗിയേഴ്സ് ആയിരിക്കുക. പിന്നെ ഈ ലഡാക്കൊക്കെ പോകുമ്പോൾ നമ്മൾ വെറുതെ കൈയും വീശി അങ്ങോട്ട് ചെന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ 8ൻ്റെ പണി നമുക്ക് തന്നെ കിട്ടും. അപ്പോൾ അതിൻ്റെ പ്രോപ്പർ ഗിയേഴ്സ് ഫുള്ളായിട്ട് പോകും. ഞങ്ങൾ ഇത്രയും ഗിയേഴ്സായിട്ട് പോയിട്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടി വന്നു. ഇറ്റ്സ് ആൾ ഓൺ ദ പാത്ത് ഓഫ് ദ വേ. എന്നാലും നിങ്ങൾ പോകുന്ന സമയത്ത് എന്തായാലും നല്ല രീതിക്ക് കരുതി പോവുക. പിന്നീട് ഞങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും ഞങ്ങൾ റൈഡ് ചെയ്തിട്ടുണ്ട്. മോട്ടറബിൾ റോഡ്സ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഇയർ ഒരു ഭൂട്ടാൻ വരെ പോകാനാണ് പ്ലാൻ. ഭൂട്ടാൻ ആക്ച്വലി അടുത്ത പ്ലാൻ ഭൂട്ടാനാണ്. പിന്നീട് തായ്ലാൻഡിലേക്കുള്ള റോഡുണ്ട്. ആക്ച്വലി റോഡ് ഇവിടെ തന്നെ ഉണ്ട്, അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഓപ്പൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹോപ്പ്ഫുള്ളി വിൽ ബി ഗോയിങ് ടു ഭൂട്ടാൻ ആൻഡ് തായ്ലാൻഡ് നെക്സ്റ്റ് ഇയർ.